അധ്യാപകനാകാൻ വേണ്ടിയിട്ട് കോഴ കൊടുക്കുന്നതാണോ ആ എമൗണ്ട് എഫ് ഡിയിൽ ഇടുന്നതാണോ നല്ലത്? കഴിഞ്ഞ വീക്കിന്റെ മുമ്പുള്ള വീക്കിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ കണ്ടന്റാണിത്. സോ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, എസ്പെഷ്യലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്, നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ BCom BBA MCom MBA കോഴ്സസ് മാത്രമല്ല കേരള PSC പല പോസ്റ്റുകൾക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് മാനേജ്മെന്റ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പോലെയുള്ള പല പോസ്റ്റുകൾക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ പലരും അധ്യാപകരാണ്. സെൽഫ് ഫിനാൻസ് കോളേജസിൽ പഠിപ്പിക്കുന്നവർ, പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുന്നവർ. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും നല്ലൊരു പോസ്റ്റിലോട്ട് കയറണം, കോളേജ് അധ്യാപകനാകണം. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം. യൂഷ്വലി ഞാൻ അധ്യാപക നിയമനത്തിനെ പറ്റിയുള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള KCS ക്ലാസ്സസിലാണ് അപ്ലോഡ് ചെയ്യാറ്. ബട്ട് ഇവിടെ ഒരു കമ്പാരിസൺ വന്നു FD ആയിട്ട്. അപ്പോൾ പേഴ്സണൽ ഫിനാൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മാറ്റർ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീക്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തത്. സോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും എങ്ങനെയും പൈസ കൊടുത്തിട്ട് കയറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ബട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് ഏകദേശം ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 23 പേഴ്സണൽ മെസ്സേജസ് എനിക്ക് വാട്സപ്പിലൂടെ വന്നു. അത് മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തവർ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നിട്ടുള്ള ആ 23 മെസ്സേജസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ 23 മെസ്സേജും കോമൺ ആയിട്ടുള്ള മെസ്സേജസ് ആണ്. അവർ കമൻറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമാണ്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഞാൻ ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ആരും കോഴ കൊടുത്ത് അധ്യാപകനാകാൻ നോക്കരുത്. നിങ്ങൾ കോഴ കൊടുക്കുന്നതനുസരിച്ചിട്ട് മേടിക്കുന്നവർ ഇതിൻ്റെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ഒരു മേഖല നേരത്തെ പറഞ്ഞ പോലെ ഈ മത്തിക്കച്ചവടം പോലെയാവും, അല്ലെങ്കിൽ ചാളക്കച്ചവടം പോലെയാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ കേട്ടിട്ടും ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞു 23 മെസ്സേജസ് എനിക്ക് വന്നിട്ടുള്ളത്, അവർക്കൊക്കെ അറിയേണ്ട ഒറ്റ കാര്യമാണ്, ആർക്ക് പൈസ കൊടുത്താൽ ജോലിക്ക് കയറാൻ പറ്റും, ഇന്റർമീഡിയറീസ് ആരെങ്കിലും ഉണ്ടോ, ഇതാണ് അവർക്ക് അറിയണ്ടേ. ഞാൻ ഈ വീഡിയോസിലുടനീളം പറഞ്ഞത് ഇതൊന്നും ചെയ്യരുതെന്നാ. അപ്പോൾ എൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോ സീരീസിൽ ഓരോ ട്രസ്റ്റുകളിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ SN ട്രസ്റ്റിൽ ആരെ കണ്ടു കഴിഞ്ഞാൽ കയറാം, NSSൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കേസിൽ എങ്ങനെയാണ്, അതല്ലാത്ത ചില ട്രസ്റ്റുകളിൽ എങ്ങനെയാണ്, ഇതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ കേസ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഇവർ വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ കേട്ടിട്ടാണ് വരുന്നത്. ഞാൻ അതിൽ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു സീരീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2008 ഞാൻ പഠിപ്പിക്കാൻ കയറുന്നത്. ആ ഒരു സമയത്ത് വളരെ ചെറിയ പ്രായത്തിൽ കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് കോളേജിൽ അധ്യാപകനാകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ഞാൻ പല ഗവൺമെൻറ് കോളേജസിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ദെൻ എയ്ഡഡ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഫിനാൻസ് കോളേജസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ, അത് മാത്രമല്ല നമ്മൾ കോളേജ് അധ്യാപകനാകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ് അടുത്ത കോഴ്സിലോട്ട് പോകുന്നു, പിന്നെ റെഗുലറായിട്ട് നമ്മൾ MPhil ചെയ്തു, അതിനുശേഷം PhD റിസർച്ചിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഇതിലോട്ട് കയറാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ടാണ് എൻ്റെ അടുത്ത് സ്ട്രഗിൾ ചെയ്ത് വന്നുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കോമൺ കണ്ടന്റും ഈ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ പറ്റിയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവർക്ക് കയ്യിൽ പൈസ ഉണ്ട്, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇവർക്ക് ഒന്ന് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ പൈസയാകും. ഈ പൈസ വെച്ച് ആർക്ക് കൊടുക്കണം ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അറിയില്ല. മെജോറിറ്റി ഇങ്ങനെയുള്ള ആൾക്കാർ ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവരാ. PG ഉണ്ട്, നെറ്റ് ഉണ്ട്, അതല്ലാണ്ട് റിസർച്ച് എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ പേപ്പർ പ്രസൻറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല.
ജസ്റ്റ് ഒരു PG നെറ്റും പിന്നെ കയ്യിൽ പൈസയും മാത്രമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മാത്രമുണ്ട്, പിന്നെ ക്യാഷും ഉണ്ട്. അപ്പുറത്തോ നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, PhD ഉള്ള ആൾക്കാർ, റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, പക്ഷേ കയ്യിൽ പൈസ ഇല്ല. ഇതാണ് 2 കാറ്റഗറി. ഇവർക്ക് ഇപ്പോൾ എന്താണ് അറിയാത്ത, ആർക്കും ഇത് കൊടുക്കണം എന്നറിയില്ല. അപ്പം എൻ്റെ അടുത്ത് വെട്ടി തുറന്ന് ചോദിക്കുകയാണ്, ഇന്റർമീഡിയറീസ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും ഇവരുടെ അടുത്ത് വീണ്ടും ചോദിക്കുക. ഞാൻ എന്തായാലും സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, പിന്നെ പ്രശ്നമില്ലല്ലോ, ആരാണ് പറഞ്ഞെന്നാൽ മതി. അതല്ല, എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ തരാമെന്ന്. നമ്മളുടെ ഡീസൻസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും പിന്നെ പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയും കയറണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ അറിയാൻ ശ്രമിക്കും, അവരെൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിച്ച് വരരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ, ഇനി ഈ ഒരു മാറ്റർ ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കരുത്, വിളിക്കരുത്, റിക്വസ്റ്റ് ആണ്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ നേരെ ഉൾട്ടയാണ്. മെജോറിറ്റി ആൾക്കാർ കമൻറ്റിൽ മര്യാദക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് ഈ പേഴ്സണലായിട്ട് മെസ്സേജ് ഉള്ളത്. ബിക്കോസ് അവരുടെ കയ്യിൽ എന്താ ഉള്ള പൈസ ഉണ്ട്, അവർക്ക് ഇത് ആർക്ക് കൊടുക്കണം എന്നറിയില്ല. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്റർമീഡിയറീസ് ആയിട്ട് പല ആൾക്കാരും നിന്നിട്ട് പല ആൾക്കാരും പറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഇതിനെ റെസിപ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. വെറുതെ ചതിക്കുഴിയിൽ പോയി പെടരുത്. എനിക്കിതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഇത് കുറയാനുള്ള ഒരു സാധ്യതയില്ല. കാശ് കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, മേടിക്കാനുണ്ട്. ലേറ്റസ്റ്റ് റേറ്റ് അടക്കം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ പേഴ്സണൽ ഫിനാൻസിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു കമ്പാരിസൺ വീഡിയോ വന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീക്ക് ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിപ്ലൈ ആണ് എനിക്ക് വന്നത്. നമ്മൾ ഇത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അധ്യാപകനാവുന്നതിൽ ഒരു കുശുമ്പോ ഒരു ഒന്നുമില്ല. പക്ഷേ ഇത് ഡയറക്ട്ലി ഓർ ഇൻഡിറക്ട്ലി ഒരു നല്ല കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന ആളെ പോയി കണ്ടു കഴിഞ്ഞിട്ട് കാശ് കൊടുത്താൽ കയറും എന്നുള്ളത് പറഞ്ഞു തരാൻ ഞാൻ അതിനിരിക്കുന്ന ആളല്ല. ഓക്കെ, ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഈ ഒരു പ്രവണത മാറും, നന്നാവും എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.